നിക്ഷേപവും ആണ് നിൽക്കുന്നത്. ഇപ്പം നിലവിൽ പ്രതിമാസം നിക്ഷേപകർക്ക് 2000 രൂപ വെച്ച് 15 ദിവസം കൊടുക്കുമ്പോൾ 2 പ്രാവശ്യം കൊടുക്കാമെന്നുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുപോലും ഒക്കെ അവിടെ ലഭ്യമാകാനുള്ള പൈസ കൗണ്ടർ വരുന്നില്ലാത്ത സാഹചര്യമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുമൊക്കെ ഒരു നിസ്സംഗത ഭാവം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ. അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സംയുക്തമായ ഒരു നീക്കം നടത്തിയാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഈ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം നിലവിൽ വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാരെന്ന് പറയുന്നത് കാര്യമായ ജനങ്ങളെ അറിയാവുന്ന ആളുകളോ ഒന്നുമല്ല. അവരുടെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് സംസാരിക്കുന്നവരുടെ കാര്യങ്ങളെ അവിടെ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല നിലവിൽ 500ഓളം കേസുകൾ കോടതിയിലും ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിക്ഷേപം കുറച്ചെങ്കിലും വായ്പയിലോട്ട് അടയ്ക്കാൻ വെച്ചുകൊണ്ടിരുന്നവർ വരെ കോടതി കൊടുത്ത സ്ഥിതിക്ക് അത് കട്ട് ചെയ്ത് അടയ്ക്കാൻ നിർത്തിയിട്ടിരിക്കുകയാണ്. കോടതിയുടെ തീരുമാനം വരണമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ സമിതിയെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ജനകീയ കമ്മിറ്റി എല്ലാ കക്ഷികളുടെയും കൂടെ പിന്തുണയോടെ അവിടെ രൂപപ്പെട്ട് വരികയും അങ്ങനെ ഒരു പാനൽ ഭരണസമിതി രൂപീകരിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംരക്ഷണ ഫോറം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്ടോബറിലൊക്കെ വരുന്നുണ്ട്. അതിനെ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ മൂവ്മെന്റ് നടത്തുന്നതെന്ന ഒരു ആരോപണം അവിടെ ചിലർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു തരത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. അത് കൃത്യമായിട്ട് പറയാം. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ UDFന്റെയും LDFന്റെയും BJPയുടെയും മുന്നണികൾ അവിടെ മത്സരിക്കുകയാണ്. പിന്നെ അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അവരെ സ്വരൂപിച്ചുകൊണ്ട് ഈ ബാങ്കിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അവർ ഇടപെടുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് രാഷ്ട്രീയ പിന്തുണകളൊക്കെ നാട്ടിൽ കിട്ടുമ്പോൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ അവരുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സംവാദ സദസ്സുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ 21-ാം തീയതി കൊല്ലപ്പള്ളിയിൽ 4 മണി മുതൽ ശനിയാഴ്ച 4 മണി മുതൽ 6:30 വരെയാണ് സംവാദ സദസ്സ് വെച്ചിരിക്കുന്നത്. അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അവരോട് ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. CPM, CPI, കേരള ഹൗസ് മാണി, കേരള ജോസഫ്, KDP നമ്മുടെ മാനസി കപ്പൻ്റെ സംഘടന, ഇത് അതുപോലെ BJP എല്ലാ കക്ഷികളും. അതിന് പുറമെ മത സാമൂഹിക സംഘടനയുടെ നേതാക്കളായിട്ട് ഒരു 10-12 പേര് ഞങ്ങൾ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവരും ഈ ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള അഭിപ്രായം അവർ പറയട്ടെ. കഴിഞ്ഞ 60 വർഷമായിട്ട് കർണാടക പഞ്ചായത്തിലെ 90% വീട്ടുകാരും ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് കർണാടക സർവീസ് സഹകരണ ബാങ്ക്. വായ്പ എടുക്കാനോ നിക്ഷേപം എടുക്കാനോ വേണ്ടി അത് ഒരു ശോചനീയാവസ്ഥയിലാണ്. മുൻ ഭരണസമിതി അംഗങ്ങളോട് എല്ലാവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു റൺ പോലെ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം വന്നതാണ് പ്രശ്നം കൂടുതൽ ഉണ്ടാക്കിയത്. അതിനൊരു മാറ്റം വരുന്നത് ഇതിന് ക്രെഡിബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു ചിന്ത പൊതുജനങ്ങളുടെ നിക്ഷേപകരുടെ മുമ്പിൽ വന്നാൽ ഈ നിക്ഷേപത്തിൻ്റെ പലിശ കിട്ടുന്ന സാഹചര്യമെങ്കിലും ഉണ്ടായാൽ കുറേയൊക്കെ മാറ്റം വരുത്തുന്ന സാഹചര്യങ്ങൾ വരാം. അതൊരു ജനകീയ കമ്മിറ്റി, ഒരു 13-അംഗ ജനങ്ങൾക്ക് അംഗീകാരമുള്ള ഒരു 13-അംഗ ബോർഡ് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അവർക്ക് പിന്തുണയ്ക്കാൻ അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും തയ്യാറാകുകയും കൂടി ചെയ്താൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. കാരണം നമുക്കറിയാം ഒരു നാട്ടിലൊക്കെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ആയിട്ട് ഒരു ഫണ്ട് ശേഖരണത്തിന് നോക്കുമ്പോൾ കർണാടക പഞ്ചായത്തിന് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത 40-45 ലക്ഷം രൂപയോളം ആൾക്കാർ ഡൊണേഷൻ ആയിട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ആളുകളെ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ ഈ പറഞ്ഞ ടീം ഒന്നിച്ച് പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 5000-10,000 വെച്ചുള്ള ഡെപ്പോസിറ്റ് ഒരു 3 വർഷക്കാലത്തേക്ക് ബാങ്കിൽ ഇരിക്കും. കാരണം ഉപേക്ഷിച്ചെന്നുള്ള രീതിയിൽ ഒരു തരുവോളം നമുക്കറിയാം. പക്ഷേ അങ്ങനെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ റണ്ണിങ് എക്സ്പെൻസ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പതുക്കെ ഗ്രാഡുവലി നമുക്ക് പഴയ നിലവാരത്തിലേക്ക് ബാങ്കിനെ കൊണ്ടുവരാനാകും എന്നൊരു പ്രതീക്ഷയാണ് ഈ സംവിധാനത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സഹകരണ വകുപ്പിൽ കഴിഞ്ഞ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാർക്ക് 2 വർഷം വരെ തുടരാം എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണം 2 വർഷം വരെ തുടരാമെന്നാണ് ഭേദഗതി. നേരത്തെ 1 വർഷം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് നടക്കുന്നത്. ഈ ഡിസംബറോടെ 2 വർഷം ആവുകയാണ്. അപ്പോൾ ഇലക്ഷൻ അടുത്തതി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ 1-2 മാസത്തിനുള്ളിൽ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുകയുണ്ട്. ഒന്നെങ്കിൽ ഐകണ്ഠ്യേനെ തെരഞ്ഞെടുക്കപ്പെടുന്ന രീതിയിലേക്ക് എല്ലാവരും കൂടെ സജ്ജീകരാകും, അല്ലെങ്കിൽ മത്സരമാണെങ്കിൽ മത്സരം. അപ്പോൾ അത് നമുക്കറിയാം സഹകരണ ബാങ്കിലെയൊക്കെ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ കള്ളവോട്ടും അതുപോലെ ബാങ്ക് ജോലിയിൽ നിന്നുള്ള വോട്ടർമാരെയൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സംവിധാനമായതുകൊണ്ട് ശരിയായ രീതിയിൽ പ്രാതിനിധ്യം അവിടെ ഉണ്ടാകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ജനകീയ മൂവ്മെന്റിൽ കൂടെ
കാര്യങ്ങൾ നടക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശനിയാഴ്ച നടക്കുന്ന യോഗം. ആ യോഗത്തിലേക്ക് നിക്ഷേപകരും അതുപോലെയുള്ള എല്ലാവരും കൂടി 100-200ഓളം പേര് കൊല്ലപ്പള്ളി ടൗണിൽ സംഘടിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊരു പൊളിറ്റിക്കൽ സമ്മർദ്ദം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ആണ് ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒപ്പിശേഖരണം തുടങ്ങിയ പരിപാടികളുമായിട്ട് കോടതിയെ സമീപിക്കാനായി ചെയ്യുന്നു. അവിടെ തന്നെ ഈ വായ്പ എടുത്തിരിക്കുന്ന ആളുകൾ ഞങ്ങൾ കഴിഞ്ഞ പല ദിവസവും പലരെയും ഞങ്ങൾ കണ്ടിരുന്നു, വായ്പക്കാരായിട്ടുള്ളവരെ. അവർ പറയുന്നത് അവർ 70% പേരും ഇതെങ്ങനെയെങ്കിലും തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ്. തിരിച്ചടയ്ക്കണമെങ്കിൽ അവരുടെ ഫണ്ടുണ്ടാണെങ്കിൽ അവരുടെ വസ്തു വിൽക്കാൻ തയ്യാറാവണം. വസ്തു വിൽക്കാൻ തയ്യാറാകുമ്പോൾ ഈ വസ്തു എടുക്കണമെങ്കിൽ ഏതാണ്ട് പ്രാദേശികമായിട്ടുള്ള വസ്തുക്കളായതുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വസ്തു എടുക്കാൻ പറ്റൂ. പുറത്തുനിന്ന് ഒരാൾ വന്നെടുക്കുക. അവരുടെ എല്ലാം തുക ഈ ബാങ്കിലാണ്, ഈ സഹകരണ ബാങ്കിൽ അല്ലെങ്കിൽ നീരൂർ സഹകരണ ബാങ്കിൽ അല്ലെങ്കിൽ വലോർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് കിടക്കുന്നത്. ഇവിടെ നിന്നും പൈസ വിഡ്രോ ചെയ്യാൻ മേലാത്ത സാഹചര്യം. അപ്പോഴിവിടെ ഈ നമ്മുടെ ബാങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 19 കോടിയോളം നിക്ഷേപങ്ങൾ, അതിൽ മൊത്തം നിക്ഷേപം ഉണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തിന് മുകളിൽ നിക്ഷേപമുള്ള ഒത്തിരി പേരുണ്ട്. അവർ ചിലരൊക്കെ ഈ വസ്തു എടുക്കാൻ തയ്യാറായിട്ട് രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ സഹകരണ വകുപ്പിൻ്റെ ഒരു പുതിയ തീരുമാനം അവരെ അറിയാം. അത് ഇൻഫോർമലായിട്ട് അറിയിച്ചിരിക്കുന്നത്, അതായത് നിയമപരമായിട്ട് നിലനിൽപ്പില്ലാത്ത ഒരു തീരുമാനമാണ്. അതായത് ഈ വായ്പയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന തുക 3 മാത്രമേ സമ്മതിക്കുള്ളൂ. അതായത് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നതിന് 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം രൂപയുടെ വായ്പയിൽ നിന്ന് മാറ്റാൻ സമ്മതിക്കുള്ളൂ. ബാക്കി 6 ലക്ഷം രൂപ അവർ കാശായിട്ട് കൊണ്ടുവരണം. അത് പ്രാക്ടിക്കലായിട്ട് നടത്താൻ 6 ലക്ഷം രൂപ എടുക്കാൻ ഒരിടത്ത് ആരുടെയും കാണില്ല, ഈ ബാങ്കിൽ തന്നെയുള്ളത്. അപ്പോൾ ഈ വായ്പയിൽ തട്ടിക്കഴിക്കാനുള്ള സംവിധാനം ചെയ്യുവാണെങ്കിൽ ഈ കുടിശ്ശികയായിട്ടുള്ളവരുടെ കുടിശ്ശികയുടെ പ്രശ്നം ബാങ്കിനെ സംബന്ധിച്ച് പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ നിക്ഷേപകർക്കും ഈ പ്രശ്നമില്ലാതെ കുറേ പൈസ മാറ്റി കുറച്ച് നിക്ഷേപം കുറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷേ ഇവർ സഹകരണ വായ്പ അതിന് അനുമതി നൽകുന്നില്ല. അത് അങ്ങനെയുള്ള ഇൻഡിവിജ്വലായിട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ, ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ സാഹചര്യം കിട്ടുന്ന സാഹചര്യങ്ങൾ പലർക്കും ഉണ്ട്. കാരണം ബാങ്കിനെ സംബന്ധിച്ച് ബാധ്യത വരുന്നില്ല. അവരുടെ നിക്ഷേപത്തിൽ കിടക്കുന്ന തുക ലോണിലോട്ട് വരവ് കിട്ടുന്നതേ ഉള്ളൂ. അവർക്ക് വരെ വിഷയങ്ങളില്ലാത്തത് കോടതി അത് അനുവദിക്കാറുണ്ട്. ഇതിനു മുമ്പും ചിലർക്കൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ ഒരു 10-40,000 രൂപ മുടക്കണം. അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ, കാരണം കയ്യിൽ നിന്ന് ഈ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയ്യിൽ പൈസ എടുക്കാനേ ഇല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. പിഴയിൽ ഒരു കുടുംബനാഥന് പുള്ളിക്ക് 3 പെൺമക്കളാണുള്ളത്. 3 പേരുടെ കെട്ടുപ്രായ ഏകദേശം ആയതാണ്. പുള്ളി ഒരു 40 ലക്ഷം രൂപയുടെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളതായിട്ടാണ്. ഇതിന് വേണ്ടി ഇല്ലാണ് ഇപ്പം ഒരു 2 കൊല്ലമായിട്ട് ഒരു പൈസയും കിട്ടുന്നില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ആശുപത്രി കേസുകളൊക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടിയൊരു പങ്കാളിത്തം വേണം. അവിടെ രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെങ്കിൽ ചേരി തിരിഞ്ഞുള്ള നിലനിലപാടുകളോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. അതിനൊരു കൂട്ടായ ശ്രമം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അവിടെ സംഘടനയുടെ ഈ 1.5 വർഷം മുമ്പ് നിക്ഷേപകരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിക്ഷേപകരുടെ ഒരു സംഘടന മാനത്തൂർ പള്ളിയുടെ വികാരത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ വിളിച്ചു കൂട്ടിയിരുന്നു. നിങ്ങളതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാകുമായിരിക്കും. അതിൻ്റെ 600ഓളം പേര് പങ്കെടുത്തിരുന്നു. ആ സംഘടന കുറച്ച് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമായ പ്രയോജനമില്ല. അത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ജോസഫ് പറയുന്നത്. മാനത്തൂർ വെച്ച് വാഷ്കളി വെച്ച് നടന്ന മീറ്റിങ്ങിനകത്ത് 100-200 പേരോളം പങ്കെടുത്തതാണ്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് ഒരു ഭരണസമിതി എടുത്ത് മാത്യു ഉപ്പുമാക്കൽ പ്രസിഡന്റും ജോസഫ് ശേഖർ കണ്ടത്തിനും ജോസഫിലും ഞാൻ സെക്രട്ടറിയുമായിട്ടാണ് അതിൻ്റെ 14 കമ്മിറ്റി നടപടികൾ മുമ്പോട്ട് തന്നെ. ബാങ്കുമായിട്ട് സെക്രട്ടറിയും ഭരണസമിതിയൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ട് അവരതൊന്നും സ്വീകരിച്ചില്ല. അപ്പോൾ സ്വീകരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രഷർ കൂടി അവർ കുറച്ച് പേര് രാജിവെച്ച് ഭരണസമിതി ഇല്ലാതാക്കി ഒരു സർക്കാർ മേഖലയിലുള്ള ഒരു ഭരണം വന്നു. അപ്പോൾ ആ ആൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിക്ഷേപകർക്ക് വേണ്ടി സമീപിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പാർട്ടി ഇടപെട്ടത് ആളെ മാറ്റുകയും 3 പേരുടെ അഡ്മിനിസ്ട്രേഷൻ ഭരണം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് നടക്കാൻ വേണ്ടി ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ്, നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കേസ് കൊടുത്തു. ആ കേസിൻ്റെ അകത്ത് പല പ്രാവശ്യം രജിസ്ട്രാർ വന്നു. ഇതിൻ്റെ അകത്ത് വിളികൾ സമ്മതം കഴിഞ്ഞപ്പോൾ ഈ കേസിൽ ഞങ്ങൾ കൊടുത്ത തെളിവുകളെല്ലാം ശരിയാണെന്ന് രജിസ്ട്രാർ സമ്മതിക്കുകയും കോടതി വിജിലൻസിനെയും റവന്യൂവിനെ ഈ റിപ്പോർട്ട് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത് സമർപ്പിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്ത് മുമ്പോട്ട് കാര്യങ്ങൾ നടക്കാനായിട്ട് പിന്നെയും പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി 2 മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 1 മാസം കഴിഞ്ഞിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ സമർപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അവിടെ തുടർച്ചയായിട്ട് അത് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിൽ ആ ഭവിഷ്യത്തിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാണെങ്കിൽ
ജനങ്ങൾ ഈ തുടർച്ചയായിട്ടുള്ള പാനൽ സംവിധാനം ഏകപക്ഷി പാനൽ സംവിധാനം അവസാനിപ്പിച്ച് അപ്പോൾ ജനങ്ങൾ മുഴുവൻ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന വിവിധ അഭിപ്രായമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള വിവിധ ആൾക്കാർ അവിടെ ഒരു കമ്മിറ്റിയായിട്ട് വേണം. അങ്ങനെ വരുന്നിടത്ത് ഒരാൾ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കാൻ ഒരാളാണ്. ഇത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എതിർത്ത് പറയാനായില്ല, എല്ലാവരും ഏറാമുള്ളിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരം പൗരുഷത്തിലുള്ള ഞങ്ങൾ ഏതെല്ലാം പ്രദേശങ്ങളായിരിക്കും അവിടെ കുട്ടികൾ വളർന്നവരും കല്യാണം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ വീട് കിട്ടാൻ അല്ലെങ്കിൽ വിദേശത്ത് വീട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ അനുമതിയ പ്രദേശം കൂടി പകലന്തുകൾ പണിയെടുത്ത് രാവുകൾ പണിയെടുത്ത് അധ്വാനിച്ച് കൊണ്ടുപോയിട്ട് പൈസ അത് കൂടെ ഇല്ലാതെ വരുന്നത് 2000 രൂപ ചെയ്തിട്ട് 10-50 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ കിട്ടുന്ന ഒരാൾക്ക് എത്ര അവരുടെ ആയുസ് തീർന്നാൽ കിട്ടുകയാണ് ആ തീരുകയാണ് അഥവാ അവിടെ അതിനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനൊരു സംവാദ ചർച്ചയും അതിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും വന്ന് അവരുടെ നിലപാട് എന്താണെന്ന് പറയും. ഇതിന് ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ജനങ്ങളുടെ നിഷേധം തിരികെ കിട്ടാൻ പോസിറ്റീവ് എന്തെല്ലാം കാര്യം ചെയ്യാൻ കഴിയും എന്നവർ പറയട്ടെ.